Hello, Namaste. Welcome back to WinTrader. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്ന് പറയുമ്പോൾ ഇന്ന് 1 November ആണ്. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader ആക്ച്വലി എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യാം, അതുപോലെ ഓപ്ഷൻ ട്രേഡിംഗ്, ഫോറക്സ് ട്രേഡിംഗ്, കമോഡിറ്റി ട്രേഡിംഗ് എല്ലാം ഒരേ സോഫ്റ്റ്വെയറിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ലൈവ് മാർക്കറ്റാണ്. ഇന്നത്തെ ലൈവ് മാർക്കറ്റാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇതിൻ്റെ ഡെമോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ നമ്പർ നോട്ട് ചെയ്യുക. 9061973737 ഇത് എൻ്റെ ഒഫീഷ്യൽ നമ്പറാണ്. ഇതിനകത്ത് കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. വാട്സാപ്പിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡയറക്റ്റ് മെസ്സേജിലോട്ട് വരും. നിങ്ങൾക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഓഫീസ് വരുന്നത് ആലപ്പുഴ ചേർത്തല KSRD സ്റ്റാൻഡ് അടുത്തായിട്ടാണ് ഓഫീസ് വരുന്നത്. അപ്പോൾ വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ, എന്നെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ആണെങ്കിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വരാം, ലൈവായിട്ട് ഇത് കാണിച്ചു തരാം. ഇനി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ഡയറക്റ്റ് നമ്മൾ ഇൻസ്റ്റാളും ചെയ്ത് തരും. ബാക്കി ഡയറക്റ്റായിട്ട് എങ്ങനെയാണ് സെറ്റിങ്ങുള്ള പറഞ്ഞു തരും. അല്ലെങ്കിൽ ഈ ഫുൾ ബാക്കിയെല്ലാം ഓൺലൈനാണ്. അതായത് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഫുൾ നമ്മൾ ഓൺലൈൻ തന്നെ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും, ബാക്കി സെറ്റിംഗ് എല്ലാം പറഞ്ഞും കൊടുക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എൻ്റെ കോൺടാക്ട് ചെയ്യും. ഇപ്പം ഞാൻ ഇന്നത്തെ മാർക്കറ്റ് കാണിച്ചാൽ ഇന്നാണ് ബാങ്ക് നിഫ്റ്റിയാണ് ഓപ്പൺ ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ എപ്പോഴും നമ്മൾ നേരത്തെ പറയുന്നുണ്ട് ഫ്യൂച്ചർ ഫോളോ ചെയ്യാം. ഫ്യൂച്ചർ ഫോളോ ചെയ്യാൻ പറയുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാനാണ്. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടിനെ ബേസ് ചെയ്താണ് ഫ്യൂച്ചർ പോകുന്നത്. അപ്പോൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്താണ് ഓപ്ഷൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഫ്യൂച്ചർ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയാൽ ഇപ്പം ഇന്നത്തെ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് രാവിലെ ഇന്നലത്തെ ബൈ ആണ് ഇന്ന് കണ്ടിന്യൂ ചെയ്ത് പോയത്. അപ്പം ഇന്നിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന സെൽ സിഗ്നലാണ്. റെഡ് ഡൗൺ ആരോ സെല്ലാണ്, ഗ്രീൻ അപ്പ് ആരോ ബൈ ആണ്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. നമ്മളിപ്പം ഇത് ഫുൾ ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സിഗ്നൽ വരുമ്പോൾ കൺഫർമേഷൻ ചെക്ക് ചെയ്തിട്ട് ട്രേഡ് നമ്മൾ മാനുവലി നമ്മുടെ ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്, നിങ്ങളുടെ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് അതിനകത്താണ് നിങ്ങൾ ട്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുക. സിഗ്നൽ വരുമ്പോൾ നേരെ ട്രേഡ് എടുക്കുക, നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. കാരണം നമ്മുടെ സോഫ്റ്റ്വെയർ റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെൽ സിഗ്നൽ റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അലർട്ട് മെസ്സേജിൽ ഇൻഡിക്കേഷൻ കിട്ടുമേ. അതൊരു സൗണ്ടോട് കൂടി കേൾക്കാൻ കൂടി പറ്റും. നിങ്ങളുടെ സിസ്റ്റത്തിൽ സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കാൻ കൂടി പറ്റും. അപ്പോൾ അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, സെല്ലുകളുടെ ഡീറ്റെയിൽസ് എഴുതി വരും. അല്ലെങ്കിൽ മെകളിൽ നോക്കിയാൽ മതി. ഇന്നത്തെ സെല്ല് വന്നിരിക്കുന്നത് 41,692.90 12:10 നമുക്ക് സെല്ല് കാണിച്ചു. അപ്പോൾ നമ്മളിത് ജസ്റ്റ് കൺഫേം ആണെന്ന് നോക്കണം. സെല്ല് വന്ന ശേഷം കൺഫർമേഷൻ എന്ന് വെച്ചാൽ താഴെ പ്രൈസ് സെൽസോടും കാണിക്കണം, ആരോടെ താഴത്തെ ബാറില്ലേ ആ ബാറ് റെഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ കിട്ടി ഈ ഒരു ലെവലിലാണ്. പക്ഷേ നമുക്ക് ആക്ച്വലി ഇവിടെ കൺഫർമേഷൻ കിട്ടാവുന്ന സൈഡ് വേ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞ കാരണം വെച്ചാൽ ഇവിടെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് ഇറങ്ങി വന്നത്. അതായത് ഈ ഒരു ബ്ലൂ സ്റ്റാർസ് ഇല്ലേ, അത് നമ്മുടെ സപ്പോർട്ട് ലെവലാണ്. ബ്ലൂ സ്റ്റാർസ് സപ്പോർട്ടാണ്, മേഖലയിലെ റെഡ് റെസിസ്റ്റർ ലെവലാണ്. അപ്പോൾ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ചാൻസ് കൂടുതലാണ്, മാർക്കറ്റ് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ നോക്കാനുള്ള ഇവിടുന്ന് മാർക്കറ്റ് ഫോർ എക്സാമ്പിൾ നമുക്ക് 41,692.90 മാർക്കറ്റ് ആ ഒരു റേറ്റ് നിൽക്കുമ്പോൾ നമുക്കിവിടെ സെല്ല് കാണിച്ച് അത് ആ ടൈമിൽ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ കൂടുതൽ ഇന്റർമണിയിലാണ് ചെയ്തത്. അപ്പം 41,692 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരെ ചെന്ന് 41,700 പുട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ബാക്കി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ആ പുട്ട് ഓപ്ഷൻ്റെ ചാർട്ടിനെയാണ്. ആ ഓപ്ഷൻ്റെ ചാർട്ടിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇപ്പം ഞാനിപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ താഴത്ത് ബാർ ഇല്ലായിരുന്നു, ബാർ കൺഫർമേഷൻ ഇല്ലായിരുന്നു, പക്ഷേ പ്രൈസ് സെൽ സോണിലായിരുന്നു. പക്ഷേ ഇവിടെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ നേരെ ചെന്ന് ഇതിൻ്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞ പോലെ 41,700 ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 41,700 പുട്ട് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ നോക്കി അവിടെ ഓൾറെഡി ബൈ വന്നിട്ടുണ്ട്. പക്ഷെ താഴെ ബാർ കൺഫർമേഷൻ ഇല്ലായിരുന്നു, താഴെ ബാർ ഗ്രീൻ അല്ലായിരുന്നു, അതും ഒരു സൈഡ് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. പക്ഷെ പ്രൈസ് ബൈ സോണിലായിരുന്നു. അപ്പം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് അത് കയറി വന്നത്. അപ്പോൾ അവിടെ കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നിങ്ങൾ ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ, റിസ്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ, കാരണം റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഒരു 90% മാർക്കറ്റ് കയറും എന്നാണ്. റിസ്ക് എടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ലെവൽ കഴിയുമ്പോഴത്തേക്കും ട്രേഡ് എടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ റെസിസ്റ്ററിനെ ബ്രേക്ക് ചെയ്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കയറാനുള്ള ചാൻസ് കൂടുതൽ, ഒരു 90% എബോവ് മാർക്കറ്റ് കയറും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ എൻട്രി എടുക്കാറുണ്ട്. അതായത് മാർക്കറ്റിൽ നമുക്ക് ഈ 41,700 പുട്ട് ഓപ്ഷനിൽ ബൈ വന്ന റേറ്റാണ് മേളിൽ കാണിക്കുന്നത്. 362.35 നമുക്ക് ബൈ കിട്ടി.
12:10 അതിൽ 3 ടാർഗറ്റ് ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. കാരണം നല്ലൊരു കയറ്റം ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നല്ലപോലെ മാർക്കറ്റ് കയറിയായിരുന്നു. അപ്പം അതായത് 362.35 നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വരുന്നത് ഇപ്പം 362 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ 362 തന്നെ കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ മേളിൽ അല്ലെങ്കിൽ താഴത്തെ റേറ്റ് ആ ഒരു റേറ്റ് 362.35 മേളിൽ അല്ലെങ്കിൽ താഴത്തെ റേറ്റ് കിട്ടും. ചെറിയ ഡിഫറൻറ്റ് കിട്ടില്ല, അതൊരു കുഴപ്പമില്ല. ആ റേറ്റ് നമ്മൾ എൻട്രി ചെയ്യാം. അതിട്ട് നമുക്ക് ടാർഗറ്റിൽ ആ ചേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പം 398 60 ഫസ്റ്റ് ടാർഗറ്റ് ആയിരുന്നു, 427 60 സെക്കൻഡ് ടാർഗറ്റും വന്ന് 456 60 തേർഡ് ടാർഗറ്റും വന്ന ശേഷം മാർക്കറ്റ് ഇപ്പോഴും കണ്ടിന്യൂ വിത്ത് ബൈ ട്രെൻഡ്. ഇനിയിപ്പോൾ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ആണെങ്കിൽ മാർക്കറ്റ് ഒന്നും കൂടെ മേലോട്ട് കയറും. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിനെ ഫോളോ ചെയ്യേണ്ട റീസൺ ഞാൻ പറഞ്ഞു. നമുക്ക് കറക്റ്റായിട്ടുള്ള മെയിൻ റീസൺ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത് തന്നെയാണ്. ആ സ്ട്രൈക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാക്കി നിങ്ങളുടെ ഫുൾ ട്രേഡിങ് ഫോളോ ചെയ്യേണ്ടത് ആ ഫ്യൂച്ചർ നമ്മുടെ ഓപ്ഷൻ്റെ ചാർട്ട് നോക്കി. ചിലർ നേരെ ആ ബാങ്ക് നിഫ്റ്റി ആണെന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ജസ്റ്റ് ആ ട്രെൻഡ് വന്നോ നോക്കുക. ഇപ്പോൾ കണ്ടിന്യൂസ് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ ഇവിടെ നോക്കി, ഇതിപ്പോൾ ഇന്നലത്തെ സിഗ്നലിൻ്റെ കണ്ടിന്യൂ ആയിരുന്നു. ഇവിടെ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ നേരെ ആ ടൈമിൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലിനനുസരിച്ചൊരു സ്ട്രൈക്ക് പ്രൈസ് കോൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യായിരുന്നു. ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടു, ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ലെവൽ നമുക്ക് എൻട്രി ചെയ്യാമായിരുന്നു. കാരണം ഇത് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത്. ഇപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൺഫർമേഷൻ കിട്ടുന്ന ടൈമിൽ നമുക്ക് എൻട്രി ചെയ്യാം. കൺഫർമേഷൻ കിട്ടുന്ന ടൈമിലും ആ 41,622 സംതിങ് ആയിരുന്നു ആ മാർക്കറ്റ് റേറ്റ്. അപ്പം നമ്മൾ നേരെ 41,700 എടുക്കാമായിരുന്നു. ഇപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ള ആ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ആണെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിലാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ആ സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ചാർട്ട് ആഡ് ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളാണ്. നമ്മളിത് നേരെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് വരുന്നവർക്ക് ഫുൾ നേരിട്ട് തന്നെ കാണിച്ചു കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ഓൺലൈൻ നമ്മൾ ഓൺ കോളിൽ ഇത് എങ്ങനെയാണെന്നുള്ള ഫുൾ കാണിച്ചു കൊടുക്കും. പിന്നെ നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസും സെൻഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ തന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നെങ്കിൽ എന്നെ തന്നെ കോൺടാക്ട് ചെയ്യാം. കോൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇപ്പം ഞാനിപ്പം കാണിച്ചത് 41,700 നോക്കിയാൽ അവിടുന്ന് ഓൾറെഡി എത്ര ഇപ്പം മാർക്കറ്റിൽ 116 പോയിന്റ്. ഇപ്പം അതായത് മാർക്കറ്റ് ഓൾറെഡി കയറിയായിരുന്നു, അവിടുന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന റേറ്റ് ആ പ്രീമിയം പ്രൈസ് 479. അതനുസരിച്ച് നമ്മൾ ഓൾറെഡി 116 പോയിന്റ് കയറി. അപ്പം നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളധികം ഇപ്പം നിങ്ങൾ ഓൾറെഡി ലോസ് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 25-30 പോയിന്റിൽ നിങ്ങൾ എക്സിറ്റ് ചെയ്ത് പോകും. ഒരു 1 ലോട്ടിലാണെങ്കിലും നമ്മൾ ആ ഒരു റേറ്റിൽ എക്സിറ്റ് ചെയ്ത് നമ്മൾ 3 ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഓപ്ഷൻ എന്ന് വെച്ചാൽ. പക്ഷേ അതുപോലെ റിസ്ക് ഉണ്ട്. ആ റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ നേരം മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ്. കാരണം നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിരിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ ലോസ് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ട് ആ ലോസ് ഉണ്ടാവുമെന്നൊന്നും ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത ശേഷവും നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിക്കുക. നമ്മളെല്ലാ കസ്റ്റമേഴ്സിനോട് പറയുന്ന ഇതാണ്, നമുക്കിപ്പോൾ മോർണിംഗിൽ തന്നെ ഒരു നല്ല ട്രെൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ ഒരു ടാർഗറ്റ് നമുക്ക് പ്രോഫിറ്റ് ഓൾറെഡി കിട്ടി. പിന്നെ ഈ 3:30 വരെ നമുക്ക് മാർക്കറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു മെത്തേഡൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് നോക്കുക. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ഉണ്ടാക്കും തോറും പിന്നെ ഉണ്ടാക്കണം എന്നൊരു എപ്പോഴും ഒരു മെൻറ്റാലിറ്റിയാണ് ഹ്യൂമൻ ബീങ്സ്. അതൊരു ഓൾറെഡി നമ്മുടെ മെൻറ്റാലിറ്റിയാണ്. പക്ഷെ അതിനെ ഒന്ന് ഇതിൽ നമുക്ക് കൺട്രോളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ലോസിലാണെങ്കിൽ ആ ലോസിൽ നിങ്ങൾക്ക് റിഡ്യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഇപ്പോൾ ലോസിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. നമുക്ക് ഇത്ര ദിവസം ഈ ഒരു പ്രോഫിറ്റ് മതി. ആ ലെവലിൽ വരുമ്പോഴത്തേക്കും പിന്നെ മാർക്കറ്റിൽ നോക്കരുത്. മാർക്കറ്റ് ഈസ് 9:15 to 3:30 വരെ ഉണ്ട്. നമുക്ക് മോർണിംഗിൽ ഒരു ട്രേഡ് കിട്ടി, പിന്നെ ആ മാർക്കറ്റിലോട്ട് നോക്കാതിരിക്കും. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത് ഓപ്ഷനിലാണ്. നമുക്ക് സെയിം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മേജറായിട്ട് ഫോളോ ചെയ്യുന്ന കുറേ സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മാരുതി എപ്പോഴും നല്ലൊരു ട്രെൻഡ് കാണിക്കുന്ന നമുക്ക് ഒരു ഷെയറാണ് മാരുതി. നമ്മൾ അതിനകത്ത് ഇതിക്ക് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേജറായിട്ടുള്ള ഷെയർസ്. നമ്മൾ ഓൾറെഡി കസ്റ്റമേഴ്സിനോട് പറയുന്നുണ്ട്, ഇക്വിറ്റീസിൽ ചെയ്യുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, ഈ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഷെയർസിനോട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
അത് നമ്മുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഓപ്പൺ എടുത്തപ്പോൾ കിട്ടിയതാണ് മാരുതിയിൽ ഓൾറെഡി നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു ഷെയറാണ്. മാരുതി എന്ന് നോക്കിയാൽ നമുക്ക് രാവിലെ ബൈ വന്നത് കൺഫേം അല്ലായിരുന്നു. സെല്ല് വന്ന് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത ശേഷം അത് ഒറ്റയടിക്ക് ഇറങ്ങി 3 ടാർഗറ്റ് അടിച്ചു. നമുക്ക് വന്നത് 9538 സെല്ല് പറഞ്ഞ മാരുതിയിൽ 10.5 പറഞ്ഞാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടേ, നമുക്ക് ഇവിടെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് സിഗ്നൽ വന്നത്, ഇവിടെ പിന്നെ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത്, ഇവിടെ ലാസ്റ്റ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് അത് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇനി ഇറങ്ങാനുള്ള ചാൻസ് ആണ്. 107 പോയിന്റ് ഇപ്പം മാരുതി ഡൗൺ ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. നിങ്ങൾക്ക് ഏത് സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ ജനറേറ്റുള്ള ഒരു സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ട്രേഡിങ്ങിന് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിത് 13 വർഷം കഴിഞ്ഞത് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ഓഫീസിൽ വരാൻ പറയുന്നത്. അല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഓൺലൈൻ തന്നെ ഇതെല്ലാം ഫുൾ പറഞ്ഞും കൊടുക്കും. ഇൻസ്റ്റാൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ബാക്കിയെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പം ഞാൻ ഇന്നത്തെ മാർക്കറ്റ്, അത് 1-ാം തീയതിയിലെ 1 നവംബറിലെ ലൈവ് മാർക്കറ്റാണ് നിങ്ങളെ കാണിച്ചത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിഗാർഡിങ് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ പേര് ഗംഗ എന്നാണ്. നമ്പർ ഞാൻ ആദ്യമേ പറഞ്ഞു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.